ഉസ്താദൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാനൊരു കട്ടഫാന ഒരു ടീമിന്റെ 11 പേരല്ലേ ഒരു ടീമില്. മുത്തക്കിങ്ങൾ ഇരിക്കണ ഇരിപ്പോ ഒന്നും അറിഞ്ഞൂടാ, അവർക്ക് ഫുട്ബോളെ അറിഞ്ഞൂടാ. 11 പേരല്ലേ ഒരു ടീമില്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു 11 ടീമിന്റെ കട്ടഫാന വർഷങ്ങളായിട്ട്. പക്ഷെ എന്റെ ടീം ഇതേവരെ തോറ്റിട്ടില്ല, ഒരു റൗണ്ടിലും പുറത്തായിട്ടില്ല. അവരോട് ഏറ്റുമുട്ടാൻ വേണ്ടി വന്നവരും 1ാം റൗണ്ട് കടന്നിട്ടില്ല. എന്റെ 11 ടീം ഏതാണെന്നറിയോ? ആ 11 ടീമാണ് سيدنا سعيد زبير طلحة وابي عبيدة وبن عوف الناشر الكرم. ഞാൻ ഇഷ്ടപ്പെട്ട എന്റെ നെഞ്ചിലേറ്റ് നടത്താ ഇതേവരെ ഒരൊറ്റ റൗണ്ടിൽ പോലും തോറ്റിട്ടില്ലാത്ത എന്റെ 11 ടീം ഏതാണെന്നറിയോ? ആ ടീമിന്റെ അംഗങ്ങളാണെന്നറിയോ? ഒരു നിസ്സാരക്കാരല്ല. അതിന്റെ മുന്നേറ്റനിരയിൽ അതിന്റെ മുന്നേറ്റനിരയിൽ ആളുകൾ മുഴുവനും ഊരിപ്പിടിച്ച വാളുമായിട്ട് ആ ടീമിന്റെ ക്യാപ്റ്റനെ കൊല്ലാൻ വന്നപ്പോ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ ടീമിന്റെ ക്യാപ്റ്റനെ ഈ ചുമലിൽ വഹിച്ചുകൊണ്ട് മക്കാ കുഫാറുകളുടെ മുമ്പിലൂടെ നെഞ്ചും വിരിച്ചുകൊണ്ടും മദീനയിലേക്ക് നടത്തിക്കൊണ്ടുപോയ തൗർ ഗുഹയുടെ മുമ്പിൽ വന്നിട്ട് വാളൂരി നിന്നപ്പോ ചഞ്ചല ചിത്തനാവാടെ നേരിട്ട് നിന്ന എന്റെ പ്രിയപ്പെട്ട സിദ്ദീഖ. രണ്ടാമത്തെ എന്റെ ആളാരാണ് നിങ്ങൾക്കറിയോ? ചന്തയുടെ മുറ്റത്തുകൂടി കടന്നു പോകുമ്പോ ഉരിപ്പിടിച്ച വാളുമായി വന്ന അബൂജഹലിന്റെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ മുസ്ലിമായടാ, ഇനി മുഹമ്മദിന്റെ വലതു ഭാഗത്ത് ഞാനാന്ന് പറഞ്ഞപ്പോ ആർക്കെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് ദേഹത്ത് തൊട്ടു നോക്കുന്ന നെഞ്ചു വിരിച്ചു വെല്ലുവിളിച്ച ആയോധനാ വിദഗ്ധനും അധികായനുമായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. പിന്നെ ആരാ? എന്റെ പ്രിയപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉപദേശ നിർദ്ദേശങ്ങൾ നടക്കുന്ന സാത്വികരിൽ സാത്വികനായ ഉസ്മാനാണ് മൂന്നാമത്തേത് റളിയല്ലാഹു അൻഹു. നാലാമത്തതോ മുറക്കിബിന്റെ മുമ്പിലേക്ക് വാള് ചുരത്തിയിട്ട് അല്ലല്ലദീ സമ്മത്തിനി ഉമ്മി ഹൈദറ അലൈഹി ഗാബത്തിൻ കരീഹിൽ മല്ലറ. എന്റെ ഉമ്മ എന്നെ മടിത്തട്ടിലിരുത്തി പാലൂട്ടുമ്പോ എനിക്ക് പേരിട്ടത് ഈറ്റപ്പുലി എന്നാണടാ എന്ന് വിളിച്ചു പറഞ്ഞ അലിയുൽ മുർത്തള. പിന്നെയോ അബൂബൈദ. ആരാ അബൂബൈദ? ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് മദീനക്കാരെ വാടകക്കെടുക്കണ്ട, വേണമെങ്കിലും മക്കക്കാര് ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് അബൂജഹലിന്റെ മുമ്പിലേക്ക് ചാടി ഇറങ്ങിയ അബൂബൈദ മുഹാജിറിന്റെ വാക്ക് കേട്ടു മുമ്പിൽ വീണ സിംഹര. മുമ്പിലെ ഉബൈദത്തും ബിൻ ഹംസയും ഹൈദറ. എന്റെ പ്രിയപ്പെട്ട ഉബൈദ റളിയല്ലാഹു അൻഹു. പിന്നെ അതിന്റെ മധ്യഭാഗത്താരാ? ഒന്ന് മഹാനായ സുബൈർ ബിനുൽ അവ്വാം, മറ്റൊന്നാരാ മഹാനായ സയ്യിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. പിന്നെ ആരാ? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ തൽഹ റളിയല്ലാഹു അൻഹു. ഈ 10 പേരടങ്ങുന്ന ടീമുണ്ടല്ലോ, അതിന് മുമ്പിൽ നിന്ന് നയിച്ച 11ാമനായ നായകനാരെന്നറിയോ? യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ. എന്റെ ഹബീബായ നബി തങ്ങളാ, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാണടാ എന്ന് ധൈര്യത്തോടെ നിന്ന് നയിച്ച എന്റെ ഹബീബായ നബി തങ്ങളാ. എന്റെ ഈ ഫാൻസ് ആയിട്ട് ഞാൻ കൊണ്ട് നടക്കുന്ന എന്റെ ഈ 11 ടീമുണ്ടല്ലോ, അതിനോട് അവർ ഒരു റൗണ്ടിലും തോറ്റിട്ടില്ല, ഒരു റൗണ്ടും കടക്കാതെ പോയിട്ടില്ല. അവർ ബദറിന്റെ റൗണ്ടും കടന്നു, ഉഹദിന്റെ റൗണ്ടും കടന്നു, ഹുനൈനിന്റെ റൗണ്ടും കടന്ന് മക്കം ഫതഹിനെ കപ്പ്
ഉയർത്തിയ ടീമല്ലേ അവരോട് ഏറ്റുമുട്ടാൻ വന്നവർ ഒരു റൗണ്ട് പോലും കടന്നില്ലല്ലോ. അബൂജഹലും മുത്തുവത്തും ശൈബത്തും ബദറിന്റെ പൊട്ടക്കിണറ്റിലും തോറ്റുപോയല്ലോ. അതുകൊണ്ട് സഹോദരാ, ചെറുപ്പക്കാരെ, ശപിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിന്റെ ഇരുണ്ട തുരുത്തുകളിൽ ചിന്താശേഷി പണയപ്പെടുത്തി പോയ അന്ധവിശ്വാസത്തിന്റെയും താരാരാധനയുടെ വിളക്കുമാടത്ത് സാമ്പാനൃത്ത ചുവടുകൾ നടത്തിയവരെ, എന്റെ ടീമിന്റെ ഫാൻസാവാ നിങ്ങൾ വരുന്നു. ഈ ഫാൻസുകാരെ ഈ ടീം കൈവിടൂല. ആരുമില്ലാത്ത കാലത്ത് ഈ ടീം അവരുടെ ഫാൻസുകാർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. അശ്ശഫാഅത ഹബിലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹിലനാ ഇനലാഗയാ സയ്യിദി ഖൈറൻ നബി. വരുന്നു ഫാൻസാവാൻ, എന്റെ ടീമിന്റെ കൂടെ വരണോ? 11 അംഗ ടീമാണ്. ഒരു റൗണ്ട് ഒരു പരാജയപ്പെട്ടിട്ടില്ല. വക്കം പത്തകി കപ്പ് ഉയർത്തിയ ടീമാണ്. ഫാൻസുകാർക്ക് വേണ്ടി ആളെ ശുപാർശ. നിങ്ങൾ പേടിച്ചോല്ലേ വക്കം എന്താ പറയാൻ പോകുന്നത്? എന്റെ പൊന്നുമോനെ, നമുക്കിതുപോലെ, നമുക്കിതിനപ്പുറത്തോട്ട് വേറെ ആരെ വേണം? ഇതിനപ്പുറത്തേക്ക് നമുക്ക് കൈപിടിക്കാൻ ആരെ വേണം? നമ്മുടെ ടീമിന്റെ മുൻനിരയിലെ പോരാളി ആരാ? ഉമർ റളിയല്ലാഹു അൻഹു. ആരാ ഉമർ? ഇവിടെ കേക്ക്, ഞാൻ വിഷയം മാറി പോവല്ല. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? ഉണ്ടോ ഇല്ലയോ? എന്തോന്നും വേണ്ടാത്ത മാലക്കും ലാ തന്തിക്കൂൻ, മാലക്കും ലാ തന്തിക്കൂക്ക് മനസ്സിലാവണില്ലേ? അവിടെ ചെറുപ്പക്കാരെ എല്ലാവരും ഓരത്ത് നടക്കട്ടെ, കൽബിനുള്ളിൽ നിന്ന് ഇത് വിട്ടുപോകരുത്. സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല അൻഹു മരുഭൂമിയിലൂടെ നടന്നു വരികയാ അല്ലേ പറഞ്ഞത്? അപ്പോഴാ ഈ ടീമിന്റെ കാര്യത്തിലേക്കൊന്ന് പറയാൻ പറ്റും. അത് പറയാതിരുന്നാ പറ്റൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഐത്തമിസ്താക്ക് പേടിച്ചിരിക്കുക, വാക്കവി എന്താ ഇനി പറയാൻ പോണ? അല്ലേ തന്നെ ട്രോളിനൊന്നും ഒരു കുറവില്ല. എനിക്ക് ട്രോളൊന്നൊരു വിഷയമില്ല, അതിലല്ലേ ഇത്രയേ ഉള്ളൂ എനിക്ക്. ഇവര് ട്രോളി എന്ന് പറഞ്ഞിട്ട് ദീൻ പറഞ്ഞതിന് ഒരാൾ വിമർശിച്ചു എന്നുണ്ടെങ്കിൽ അത് ഇത്രയേ ഉള്ളൂ. അത് വിതറപ്പെട്ട ധൂളി പോലെ എവിടെയും പോകും. അല്ലാഹുവിന്റെ ദീൻ പറയണ്ടേ? ആ ദീൻ ഹക്കല്ലേ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് സമയായോ? എന്താ സമയായ? തുടങ്ങിയിട്ടില്ല. അല്ലാഹു എന്റെ പാകിസ്ഥാനെ, ഞാൻ ആദ്യമേ പറഞ്ഞു, ഒന്നാമത് ദുർബല, പോരാത്തതിന് ഗർഭിണി. നിങ്ങൾ ഇന്നലെ പഠിരുമോ സലാത്തിലെ സല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വലാത്തിനെ സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മരുഭൂമിയിലൂടെ വരുമ്പോ, ആ സമയത്താണ് മരുഭൂമിയുടെ ഓരത്തൊരു വാർദ്ധക്യമെത്തിയ തള്ളയെ കാണുന്നത്. നടന്നു വരുന്ന വഴിയിൽ ചോദിച്ചു, ഉമ്മാ എന്താണ് വിശേഷം? ഒന്നുമില്ല. വളർന്നവശയായി മരുഭൂമിയിൽ നിൽക്കുന്ന ഒരു ഉമ്മയെ കാണുമ്പോ മുമ്പിൽ വന്ന് നിൽക്കുന്നത് അമീറുൽ മുഅ്മിനീനാണെന്ന് ആ ഉമ്മയ്ക്കറിയില്ല. മാനവകളെ ശാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് വരുന്നവരവാ. ചോദിച്ചു, ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഉമറാന്നറിയില്ല വന്ന് നിൽക്കണം ഉമ്മാക്ക്. എവിടെ? അങ്ങകലെ ഇറാഖിന്റെ തീരങ്ങളിൽ, മദീനയിൽ നിന്ന് 400 കിലോമീറ്ററുകൾക്കപ്പുറം ഇറാഖിന്റെ ജസീറത്തുൽ അറബിന്റെ ഒരു തീരത്ത് വിശാലമായ മരുഭൂമിയിൽ ഒരു ഉമ്മ നിൽക്കുന്നത് കണ്ടപ്പോ ആ ഉമ്മയോട് ചോദിച്ചു, ഉമറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? അഭിപ്രായ വോട്ടെടുപ്പ് നടക്കാൻ ഇതൊക്കെ പണ്ടേ നടന്നു പോയതാണ്. ഭരണാധികാരി ചോദിക്കുകയാ. നമ്മുടെ മുഖ്യമന്ത്രി പയ്യോളി അങ്ങാടി വന്നിട്ട് എന്നോട് ഐത്തമി പറഞ്ഞു, ഞാൻ അവിടെ പയ്യോളി അങ്ങാടിയിലാണ്. ഞാൻ വിചാരിച്ച പയ്യോളി ടൗണിലാണ്. അങ്ങാടി ടൗണിലാണല്ലോ. പിന്നാണ് അങ്ങാടി വേറെ സ്ഥലമാണ്. ഞാൻ സ്ഥലം ചോദിച്ചു, പയ്യോളി അങ്ങാടി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങാടി ടൗണാന്നാ വിചാരിച്ചു. ഇത് വേറെ സ്ഥലം, ഇതാണ് അങ്ങാടി. മാഷാ അല്ലാഹ്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്?
എനിക്ക് മറന്നിട്ടല്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്താണ്. നിങ്ങൾ വിചാരിച്ച എനിക്ക് മറന്നിട്ടാണ്? ഓർമ്മയുണ്ടോന്ന് നോക്കിയതാ. ചുമ്മാ ഇരിക്കണാണ് കണ്ണും പിടിച്ച്. അതല്ല കൽബിലുണ്ടോന്ന് അറിയാനാണ്. അള്ളാഹു നമ്മുടെ കൽബില് നിലനിർത്തി തരട്ടെ, ഓർമ്മ തരട്ടെ. പെട്ടെന്ന് അവസാനിപ്പിക്കുക. ഉസ്താദിനൊക്കെ തീരെ വയ്യ, ഒത്തിരി നേരം ഒന്നും ഇരിക്കാൻ പറ്റില്ലാറ്. പെട്ടെന്ന് ഇതിപ്പോ ചക്ക കുഴയും പോലെ കുഴങ്ങല്ലോ. ഒത്തിരി പറയരുത്. ശുചായി പറഞ്ഞെന്നാ അറിയോ? ബുദ്ധി കൂർമ്മതയുള്ളവർ കൽപ്പ മാത്രം പോരാ. ബുദ്ധി കൂർമ്മത ഉള്ളവർക്ക് ഇച്ചിരി പറഞ്ഞാൽ മതി. അല്ലാക്കില് തക്ഫീഹി അല്ലിഷാറ ഖൈറുൽ കലാമി മാ കല്ല വദല്ല. അരോചകമാകും വിധം സുദീർഘമാവാത്ത അർത്ഥദ്യോതകവും ആശയസമ്പുഷ്ടവും അർത്ഥവൈപുല്യവുമുള്ള പ്രഭാഷണമാണ് അത്യുത്തമം എന്നാണ് ആപ്തവാക്യം. ഒത്തിരി ഒന്നും പറയണ്ട. എന്ത് പറയണ്ട? ഒത്തിരി പറയണ്ട. ഇച്ചിരിയും പറഞ്ഞാൽ മതി. ആ ഓർമ്മ ഉണ്ടായാൽ മതി. ദുബൈയിലെ വലിയൊരു ഓഫീസിന്റെ ഉള്ളിൽ വലിയൊരു കോടീശ്വരൻ ഇങ്ങനെ റിവോൾവിംഗ് ചെയറിൽ കിടന്ന് കറങ്ങുക. കേരളത്തിൽ നിന്നൊരു പണ്ഡിതൻ അദ്ദേഹത്തെ കാണാൻ പോയി. വെളിയിൽ നിന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ MD ഒന്ന് കാണണം. PA ആയ നല്ല സുന്ദരി പെണ്ണ് വന്നിട്ട് പറഞ്ഞു, MD തിരക്കിലാ, കാണാൻ പറ്റൂല. ഇദ്ദേഹം പറഞ്ഞു, പോവില്ല ഞാൻ, എനിക്ക് അദ്ദേഹത്തെ കണ്ടേ പറ്റൂ. നല്ല സുന്ദരികളായ പെൺകുട്ടികൾ, പേഴ്സണൽ അസിസ്റ്റന്റുമാര്, വലിയ സെക്യൂരിറ്റി, വലിയ സെറ്റപ്പിലെ ആളും. അദ്ദേഹം പറഞ്ഞു ബിസിയാണ്. അപ്പൊ PA പറഞ്ഞു ബിസിയാ പറ്റൂല. ഇദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം പോകാൻ വന്ന ആളല്ലല്ലോ, അദ്ദേഹത്തോട് പറയാൻ വന്ന ആളല്ലേ, ദൈവത്ത് ചെയ്യാൻ വന്ന, എനിക്കൊരു 10 മിനിറ്റ് മതി. PA അകത്ത് പോയി MD-യോട് ചോദിച്ചു, ഇല്ല 10 മിനിറ്റ് പറ്റില്ല, ബിസിയാണ്. നമുക്ക് ബിസി ഇല്ലാത്ത നേരമുണ്ടോ? എപ്പോ വിളിച്ചാലും നമുക്ക് ബിസി. ഞാൻ ഒരല്പം ബിസി ആയിരുന്നു. എന്നാ നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? നായ ഓടിയിട്ട് ബലവും ഇല്ല, നായ്ക്ക് നിൽക്കാൻ നേരവും ഇല്ല എന്ന് പറയല്ലേ. നായ ഓടിയിട്ട് ബലവും ഇല്ല, എന്നാൽ നായ്ക്ക് നിൽക്കാൻ നേരമുണ്ടോ? ഒന്നുമില്ല. നായ ഏത് സമയത്ത് ഇങ്ങനെ അണച്ചോടന കാണും. എന്നാൽ നായുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. നമ്മൾ ഇമാതിരിയാണ്. ഏത് സമയത്ത് ഈ മുണ്ടും കപ്പായം കുത്തിപ്പിടിച്ചിട്ട് നമ്മൾ ഓട്ടവാ. എന്നാൽ നമ്മുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? നമുക്കെന്നും പ്രശ്നവും, എന്നും പ്രശ്നം. എന്താ പറയാ? കനാഅത്തു മിഫ്താഹു റാഹ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടലാണ് ഏറ്റവും വലിയ സമാധാനം. അതിൽ കൂടുതൽ ആലോചിച്ചാൽ ടെൻഷൻ വരും. ഇയാൾ പറഞ്ഞു എനിക്ക് ബിസിയാണ്. ഇദ്ദേഹം പറഞ്ഞു എനിക്കൊരു 5 മിനിറ്റ് തന്നാൽ മതി. അപ്പോഴും PA പോയി ചോദിച്ചു. അയാൾ പറഞ്ഞു ഇല്ല, ബിസിയാണ്, മീറ്റിംഗ് അടക്കാൻ പോയി. തിരിച്ചു വന്നു. ഇദ്ദേഹം പോകാൻ വന്ന ആളല്ലോ, പണ്ഡിതന്മാർ അങ്ങനെയാണ്. അയാൾ പറഞ്ഞു എനിക്കൊരു 2 മിനിറ്റ് പറ്റൂല. എന്നാ എനിക്ക് അദ്ദേഹത്തെ, ഞാൻ ഇത്രയും ദൂരം കഴിഞ്ഞ് വന്നല്ലേ, ദുബൈയിലാണ്, 1 മിനിറ്റ്. PA വന്നിട്ട് പറഞ്ഞു പറ്റൂല. അപ്പൊ ഈ പണ്ഡിതൻ പറഞ്ഞു, എന്നാൽ എനിക്ക് അദ്ദേഹത്തെ കണ്ട് ഒരൊറ്റ വാക്ക് പറയാനുള്ള സമയം തന്നാൽ മതി, ഞാൻ പൊക്കോളാം. ഈ PA പറഞ്ഞിട്ട് പറഞ്ഞു അയാൾ പോണില്ല, ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പിന്നെ നശിക്കാൻ എന്നാ വന്ന് പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു. നമ്മൾ പറയില്ല അവസാനം തൂത്താലും തുടച്ചാലും പോലെ. എന്നാ പിന്നെ തൂത്താലും പോകില്ല, തുടച്ചാലും പോലെ. എന്നാ പിന്നെ ഈ മുസീബത്ത് എന്താ പറയണെങ്കിൽ പറഞ്ഞിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ പോലെ അയാളോട് വന്ന് പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു. റിവോൾവിംഗ് ചെയറിൽ ശീതീകരിച്ച റൂമിൽ കൊതുകിന് പോലും കയറി വരാൻ പറ്റാത്ത ശീതീകരിച്ച റൂമിൽ സമ്പത്തിന്റെയും ആർഭാടത്തിന്റെയും അഹങ്കാരത്തിന്റെയും അഹന്തയുടെയും നടുവിൽ കോട്ടും സൂട്ടും ഇട്ട് ചാരിയിരുന്ന അയാളുടെ മുമ്പിലേക്ക് പണ്ഡിതൻ കയറിപ്പോയി. മൂന്ന് ചോദിച്ചു. നേരെ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, നീ ഒരു ദിവസം മരിക്കും. അദ്ദേഹം പറഞ്ഞിട്ട് ഒറ്റ പോക്ക് ഇറങ്ങി. ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നീ ഒരു ദിവസം, കേട്ടോളി, നീ ഒരു ദിവസം മരിക്കും. ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇറങ്ങിപ്പോയി. ഇത് കേട്ടയാളുടെ നെഞ്ചു പടഞ്ഞു, കസേരയുടെ കറക്കം നിന്നു, അയാളുടെ ഞരമ്പ് മുറുകി. നിങ്ങൾ വിളിക്ക അദ്ദേഹത്തെ, തിരിച്ചു വിളി. PA പോയി തിരിച്ചു വിളിച്ചു. അദ്ദേഹം വിളിക്കുന്നുണ്ട്. തിരിച്ചു വന്നു. ഇരിക്കി. നിങ്ങൾ എന്താ അങ്ങനെ പറയാൻ കാരണം? ആ പണ്ഡിതൻ പ്രബോധകൻ പിന്നീട് അദ്ദേഹത്തോട് മരണത്തെ കുറിച്ച് പറഞ്ഞു. അയാൾ വിയർത്തു കുളിച്ചു ശീതീകരിച്ച റൂമിൽ. അതാ മനുഷ്യന്റെ മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. പിന്നീട് അയാൾ കേരളത്തിന്റെ തീരപ്രദേശങ്ങൾ അദ്ദേഹത്തിന്റെ സമ്പത്ത് ഉപയോഗിച്ച് 100 കണക്കിന് പള്ളികൾ ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ സമ്പത്ത് കൊണ്ട് 100 കണക്കിന് ഹിഫ്ദ് കോളേജുകൾ ഉണ്ടാക്കി, മദ്രസകൾ ഉണ്ടാക്കി. ആ മനുഷ്യൻ 5 വർഷം മുമ്പ് മരണപ്പെട്ടു പോയി. അല്ലാഹു മഗ്ഫിർ ലഹു വർഹു. എന്നോട് രഹസ്യമായിട്ട് ചോദിച്ച ആളുടെ പേര് ഞാൻ പറഞ്ഞുതരാം. എന്റെ പൊന്നു മനുഷ്യന്മാരെ, ഒരാൾക്ക് നന്നാവണമെന്ന് തീരുമാനിച്ചാൽ 2 മണിക്കൂർ വാതൊന്നും വേണ്ട, ഒരൊറ്റ വാക്ക് മതി. ആ വാക്ക്, നീ മരിക്കും. നാളെ ഒരു ദിവസം നിന്റെ വീടിന്റെ മുമ്പിൽ നീല ടാർപ്പായ വലിച്ചു കെട്ടും. നാളെ നിന്റെ കെട്ടിപ്പിടിച്ച നിന്റെ മക്കൾ നിന്റെ പുറകെ നടക്കും.
നിന്റെ മക്കളെല്ലാം ഖൽഫി കരീമാതുൻ അലയ്യാ ബവാഖിയാ വഫീഹിന്ന ഉമ്മി ഉശഖീഖി വയതറദി. നാളെ നിന്റെ മയ്യത്തിന്റെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മയ്യത്തിന്റെ പുറകെ നിന്റെ മക്കള് കിടന്ന് നിലവിളിക്കും. യുനാദൂന ഖൽഫൽ ലൈഷി മല്ലാ യുജിബുഹുമു വഖുർബുക ഫിദ്ദുനിയാ സരീഉൽ ഇജാബതി. നിന്റെ മയ്യത്ത് നിന്റെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മയ്യത്ത് നിന്റെ വീടിന്റെ മുമ്പിൽ നിൽക്കുമ്പോ മക്കള് വന്നിട്ട് തട്ടി വിളിക്കുന്നുണ്ട്, ഉപ്പാ ഒന്ന് കണ്ണു തുറക്കുപ്പാ. ഉപ്പ കണ്ണു തുറക്കുന്നില്ലല്ലോ. അരുമക്കിടാങ്ങ് വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാതന്നു നീ കിടക്കുന്നേ. വലിയ വാഴല്ല, മനസ്സൊന്ന് കഴുകിയെടുക്ക്. ഇത് ഞാൻ നിങ്ങളെ വലിയ ഉപദേശിക്കുകയല്ല. ബഹുമാനപ്പെട്ട ഖാദി ഉസ്താദും ഫൈസി ഉസ്താദും അലക്കുകാരൻ തുണി അലക്കിയാൽ ആദ്യം അലക്കുകാരന്റെ കൈയാണ് വെളുക്കുക, പിന്നെയാണ് തുണി വെളുക്കുക. ഇത് ഈ അലക്കുകാരൻ അഹമ്മദ് കബീറിന്റെ കൈ വെളുക്കാനുള്ള വഴലാണ്. നാളെ നിന്റെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് കിടപ്പും നിന്റെ മക്കള് വന്ന് വിളിക്കും. ആരാ നിന്റെ മക്കള്? വഖദ് കുന്തു ഫി ദുനിയാ സരീഉൽ ഇജാബതി. ഏറ്റവും പെട്ടെന്ന് മറുപടി കൊടുത്ത മക്കളല്ലേ എന്ന് പറഞ്ഞാൽ എന്റെ മൊബൈൽ ഫോൺ ഇവിടെ ഇരിക്കുന്നുണ്ട്. ദുആ കഴിഞ്ഞ് സലാത്ത് ചൊല്ലിയാൽ ആദ്യം ഞാൻ എടുത്ത് നോക്കുന്നത് എന്റെ പൊന്നുമോൾ ഉറങ്ങുന്നതിന് മുമ്പെന്ന് വിളിക്കുന്ന പതിവുണ്ട്. വാപ്പായെ എന്റെ 9 വയസ്സുകാരി വിളിച്ചിട്ടുണ്ടോ? അവളോട് തിരിച്ചു മറുപടി പറയാതെ എന്റെ പൊന്നുമോള് കൊല്ലം ജില്ലയിലെ കാരാളികോണത്തെ കൊച്ചു വീട്ടിൽ ഉറങ്ങിയിട്ടുണ്ടാകുമോ? ഇറങ്ങിയാലുടനെ എന്റെ മോളുടെ മിസ് കോൾ കണ്ടാൽ അപ്പ തിരിച്ചു വിളിക്കും, കൺമണി എന്തിനാണ് വിളിച്ചത്? വഖദ് കുന്തു ഫി ദുനിയാ സരീഉൽ ഇജാബതി. നമ്മൾ എത്രയും പെട്ടെന്ന് മറുപടി കൊടുത്ത മോള് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ഉപ്പാനെ കുലുക്കി വിളിക്കുന്നുണ്ട്, ഉപ്പാ ഒന്ന് കണ്ണു തുറക്ക്. സന്തോഷത്തിലും സങ്കടത്തിലും പങ്കാളിയായ ഭാര്യ അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട്, എവിടെ പോയാലും എന്നോട് പറഞ്ഞിട്ടാണല്ലോ പോണത്. ഇപ്പം മാത്രം എന്താ പറയാതെ പോയത്? ഞാൻ തൃശ്ശൂര് നിന്ന് വയല് കഴിഞ്ഞ് മഞ്ചേരിയിൽ പോയി, കോഴിക്കോടും കഴിഞ്ഞ് ചെറുവത്തൂരും കഴിഞ്ഞ് ഇന്ന് പയ്യോളി. ഈ വയല് കഴിഞ്ഞിട്ട് രാവിലെ സുബഹിക്കനിക്കണ്ട വീട്ടിലെത്തണം. ആ സമയത്തെങ്ങാനും വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മയ്യത്താണ് എത്തുന്നതെങ്കില് പ്രിയപ്പെട്ടവള് പറയില്ലേ, എവിടെ പോയാലും പോകാൻ യാത്ര പറഞ്ഞ് നെറ്റിയിലൊരു ചുംബനവും നിന്ന് ഇറങ്ങിപ്പോണതല്ലേ. ഇന്നെന്താ ഒന്നും പറയാതെ പോയത്? ഒന്ന് കണ്ണു തുറന്ന് നോക്ക് മനുഷ്യാന്ന് പറഞ്ഞാല് കണ്ണു തുറക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, കഴിയില്ലല്ലോ. സഹോദര ഒന്ന് ചിന്തിക്ക്. وساربنوك أيتاما صغارا وأوتي بعدك الكسر المشيد. ഈ ബോധം ഹൃദയത്തിലേക്ക് വന്നപ്പോഴാണ് ആ ഉമ്മയോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മ, ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ആ വാതക്കമുള്ള ഉമ്മ പറഞ്ഞ റജഅ സാലിമൻ വഗാനിമാ. അയാള് ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ട് വളരെ സന്തോഷത്തോടെ തിരിച്ചു വന്നു. നാളുകൾ പറയുന്നത് കേട്ടു. എന്തേ ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെന്നാണ് ഞാൻ ചോദിച്ചത്. ഉമറാണെന്നറിയില്ല. ഉമ്മ പറഞ്ഞു, ഉമർ ഈ ഭരണാധികാരി ഏറ്റെടുത്തതിന് ശേഷം ഇതേവരെ ഒരു ദീനാർ പോലും എനിക്ക് പെൻഷനായിട്ട് കിട്ടിയിട്ടില്ല. ഉമർ ഖലീഫയായതിനു ശേഷം ഒരു ഗോതമ്പ് മണി പോലും എനിക്ക് ഇതേവരെ ഉമർ തന്നിട്ടില്ല. ആ സമയത്ത് ആ ഉമ്മ പറഞ്ഞു, ലാ ജസല്ലാഹു അന്നാ ഖൈറാ. ഉമറിന് അല്ലാഹു ഒരു നന്മയും വരുത്താതിരിക്കട്ടെ.
അതെന്തേ ഉമ്മ അങ്ങനെ പറഞ്ഞത്? ഉമർ ഭരണാധികാരിയായതിനു ശേഷം എനിക്കൊരു ദീർഘം പോലും കിട്ടിയിട്ടില്ല. ഉമർ റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞു പോയി. മുമ്പിലിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു ആണെന്ന് ഉമ്മക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മനസ്സിരുത്തിയിട്ട് ചിന്തിച്ചു നോക്ക്. ആ സമയത്ത് ആ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ നിങ്ങൾ ഉമറിനെ എങ്ങനെ ശപിക്കരുത്? ഉമറിനെ നിങ്ങളുടെ നാവ് കൊണ്ട് ശപിക്കരുത്. ഇത് മദീനയിൽ നിന്ന് 400 കിലോമീറ്റർ അങ്ങകലെ ഒരു വനപ്രദേശമല്ലേ? അവിടെയുള്ള നിങ്ങളുടെ ദുരവസ്ഥ എങ്ങനെ മദീനത്തിരിക്കുന്ന ഉമർ അറിയും? അപ്പൊ ഈ ഉമ്മ ചോദിച്ച്, നിങ്ങൾ എന്ത് വർത്താനമാ പറയുന്നത്? യഹ്കുമു ബൈനനാ വലാ നദിരിനാ. ഉമർ ഞങ്ങളുടെ ഭരണാധികാരിയായിട്ട് ഞങ്ങളെ കുറിച്ചറിയില്ലെന്നോ? പിന്നെ ഉമർ എന്തിനാണ് ഈ ഇമാറത്ത് ഏറ്റെടുത്തത്? ഇന്നഹാര അമാന ഫസൗഫ തകൂനു നദാമാ. ഇതൊക്കെ പടച്ചവനേൽപ്പിച്ച അമാനത്താണെന്ന് ഉമറിനറിഞ്ഞുകൂടെ? ആ സമയത്ത് ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹു ചുരുക്കി പറയട്ടെ, ചരിത്രം പറയൽ എന്റെ ലക്ഷ്യമല്ല. ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ ഉമറിനെ ശപിക്കരുത്. ഇത്രയും നാളും ഉമർ ഒന്നിനെ തരാത്തതിന് പകരമായി നിങ്ങൾക്ക് ഞാൻ ഒരു 25 സ്വർണ്ണ നാണയം തരാം. നിങ്ങൾ അതുകൊണ്ട് തൃപ്തിപ്പെടുമോ? തൽക്കാലത്തേക്ക് ഞാൻ തൃപ്തിപ്പെടാം. ഉമർ റളിയല്ലാഹു തആല 25 ദീനാർ എടുത്ത് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുമ്പോ ആനായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാതെ ഓടി വന്നിട്ട്, യാ അമീറൽ മുഅ്മിനീൻ, ഉമറേ നിങ്ങൾ എവിടെയായിരുന്നു? കണ്ടില്ലല്ലോ. ഈ വിളി കേട്ട പാവപ്പെട്ട അന്തം വിട്ടന്താളിച്ചു പോയി. അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെടുന്നത് ഇസ്ലാമിന്റെ ഒരേ ഒരു ഭരണാധികാരിയാ. തന്നെ മുമ്പിൽ നിൽക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണെന്നറിഞ്ഞപ്പോ ആ പാവപ്പെട്ട ഉമ്മ കണ്ണീരോട് പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവേ നിങ്ങളാണെന്നറിയാതെ ഞാൻ പറഞ്ഞതാ. ആ സമയത്ത് പറഞ്ഞു, അല്ലാഹുവിനിൽ തന്നെയാണ് സത്യം ഉമ്മ, നിങ്ങൾ എന്നോട് മാപ്പ് ചോദിക്കണ്ട. ഈ 25 ദീനാർ നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ്, പക്ഷേ 25 ദീനാർ കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ നാളെ മഹ്ശറയിൽ ഉമർ വന്ന് നിൽക്കുമ്പോ ഇക്കാര്യത്താൽ നിങ്ങൾ എന്നെ പിടിച്ചു നിർത്തരുത്. എന്റെ റബ്ബിനോട് എന്നെ കുറിച്ച് അവലാതി പറയരുത്. ഇതുകൊണ്ട് നിങ്ങൾ തൃപ്തരാണോ? ആ സമയത്ത് വിളിച്ചു, മോനെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, മോനെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വന്നു, മോനെ ഒരു കടലാസ് എടുക്ക്. ആ കടലാസ് എടുത്തു. എന്നിട്ട് അതിനകത്ത് എഴുതി, അബ്ദുല്ലാഹ് അദാ മാ സാലഹ ഉമറു ലിഫുലാനതു ബിന്തു ഫുലാന, ഇന്ന ആളുടെ മകളായ ഇന്ന ആളോട് ഉമർ റളിയല്ലാഹു അൻഹു ചെയ്യുന്ന കരാറാണിത്. ഇത്രയും നാൾ തിരിഞ്ഞു നോക്കാത്തതിന് പകരം 25 ദീനാർ കൊടുത്തതിൽ അവര് തൃപ്തിപ്പെട്ടിട്ടുണ്ടെന്ന് ഇനി എന്റെ റബ്ബിനോട് മഹ്ശറയിൽ പരാതി പറയില്ലെന്ന് എനിക്ക് എഴുതിത്താ, ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരൂല്ല. നമുക്കോ എഴുതി കൊടുത്തു. ആ കടലാസ് എടുത്ത് ചുരുട്ടിയിട്ട് പറഞ്ഞു, മോനെ അബ്ദുല്ലാഹ്, എന്റെ വാപ്പയായ ഉമർ മരണപ്പെട്ടിട്ട് കഫൻ പൊതിയുമ്പോ ഈ ചെറിയ കടലാസ് കഷണം ഉമറിന്റെ കഫൻ തുണിയിലേക്ക് അങ്ങ് വെച്ചേക്കണേ. ഈ കടലാസ് കഷണം ഉമറിന്റെ കഫൻ തുണിയിൽ വെച്ചേക്കണം. നാളെ മഹ്ശറയിൽ ഉമ്മ എന്ന് പറയുമ്പോ എനിക്ക് തെളിവ് പറയാനാ. നിങ്ങൾ ചിന്തിക്കും മനുഷ്യന്മാർ, ഇവരെന്തിനാ കരഞ്ഞത്? ഇവരെന്തിനാ കരഞ്ഞത്? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു പേടി, എന്തെങ്കിലും ഒരു പേടി, പടച്ചോനെ ഞാൻ എന്റെ അവസ്ഥ എന്താ റബ്ബേ, ഞാൻ ചെയ്തതിനൊക്കെ ഞാൻ റബ്ബിനോട് മറുപടി പറയണ്ടേ? എന്നെ നന്മയും തിന്മയും തൂക്കൂല ഉമ്മ. ഒന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്ക്, നമ്മുടെ ജീവിതം ഒത്തിരി മാറും. സഹാബത്ത് കരഞ്ഞത് അതിനാണ്. അള്ളാഹു നമുക്ക് ആ ബോധം തരട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹു നമുക്ക് ആ ബോധം തരട്ടെ. അള്ളാഹു നമുക്ക് ആ ബോധം തരട്ടെ. ഈ കളിയും ചിരിയും ഒക്കെ അവസാനിക്കണം. അവസാനിക്കട്ടെ. മരണത്തോടെ അവസാനിക്കുവോ? മരണത്തോടെ അവസാനിക്കുവോ ചിരിയും കളിയും?
മരണത്തോട് അവസാനിക്കുക ചിരിയും കളിയും ഇല്ല. ഈ ചിരിയും ഈ കളിയും ഈ കരച്ചിലും ഇവിടെ അവസാനിക്കില്ല. വിശുദ്ധമായ ഖുർആൻ പറയാണ് പൊട്ടിക്കരയും അവിടെ. എവിടെ? നാളെ പരലോകത്ത് ഒരു ഹൃദയവും ഇതേവരെ ചിന്തിക്കാത്ത സ്വർഗത്തിലേക്ക് പോകണ്ടേ, ഈ ലോകത്തിൽ നിന്ന് മരണത്തിലേക്ക് പോകണ്ടേ. എല്ലാ ഇതാ ബലഗത്തിത്തറാഖിയ വകീല മനറാ വലന്ന അന്നഹു ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ്. ഇതൊക്കെ അഹ്മദ് കബീർ ഓതുന്നത് ഖുർആനാണ്. ഇതാ എപ്പോഴാണ് ഈ ചിരിയും കളിയും തീരുന്നതെന്ന് കരുതാ. ഇതാ ബലഗത്തി